മക്കളെ, ഇന്ന് നമുക്ക് ഉൽട്ട പുൽട്ട എന്ന കവിതയിലെ ക്വസ്റ്റ്യൻ ആൻസർ നോക്കാം. ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി രണ്ടും നമ്മൾ നോക്കുന്നുണ്ട്. ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായും അറിയിക്കുക. ഒന്നാമത്തെ ചോദ്യം നോക്കാം. തുരന്ത് സംബൽ ജാതി ഉസ് ക്ഷൺ ഹി ആപ്കോ ഐസാ കോയി അനുഭവ് ഹെ. പെട്ടെന്ന് തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു. ആ ഒരു നിമിഷം തന്നെ, വീണ ആ ഒരൊറ്റ നിമിഷത്തിൽ തന്നെ പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നു. നിങ്ങൾക്ക് ഇതുപോലെയുള്ള അനുഭവം ഉണ്ടായിട്ടുണ്ടോ എന്നാണ് ചോദ്യം. ഉണ്ടായിട്ടുണ്ടെങ്കിൽ എന്തെഴുതാ? ഹാ എന്നെഴുതാ. അതെ, ഉണ്ടായിട്ടുണ്ട്. ഹാ എന്നെഴുതാ. ഉണ്ടായിട്ടില്ല എന്നുണ്ടെങ്കിൽ ലഹീം എന്നെഴുതാം. ഓക്കെ, ഇതിൽ ഒരു ആൻസറാണ് നിങ്ങൾ എഴുതേണ്ടത്. ഉണ്ടായിട്ടുണ്ടെങ്കിൽ ഉണ്ട്, ആ, ഇല്ലെങ്കിൽ നഹീം. ഓക്കെ, ഇനി അടുത്ത ചോദ്യം നോക്കാം. ഹസ്താ ഹേ ആംഖേ മീച്ചെ ഇസ്കാ മത്ലബ് ക്യാ ഹെ. കണ്ണ് ചിമ്മി ചിരിക്കുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൻ്റെ അർത്ഥം എന്താണ്? ഹമേശ ഖുശി മേ മഗ്ന രഹ്താ ഹെ. എപ്പോഴും സന്തോഷത്തിലിരിക്കുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. മൂന്നാമത്തെ ചോദ്യം നോക്കാം. गिरने पर वे साहस गोकर कभी न अपनी आंखें मलते. വീഴുന്ന സമയത്ത് ധൈര്യം നഷ്ടപ്പെട്ട് അവർ ഒരിക്കലും ഇരിക്കുന്നില്ല എന്ന് പറഞ്ഞ വരിയുടെ സന്ദേശം എന്താണ് എന്നാണ് ചോദ്യം. ധൈര്യ ന ഗോക്കർ കോശിഷ് കർണേ വാലോं को कभी हार नहीं होती. ധൈര്യ ന ഗോക്കർ, ധൈര്യം നഷ്ടപ്പെടുത്താതെ, കോശിഷ് കർണേ വാലോങ്കോ, പരിശ്രമിക്കുന്നവർക്ക്, കബി ഹാർ നഹി ഹോത്തി, ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല. ധൈര്യം നഷ്ടപ്പെടുത്താതെ, കോശിഷ് കർണേ വാലോങ്കോ, പരിശ്രമിക്കുന്നവർക്ക്, കബി ഹാർ നഹി ഹോത്തി, ഒരിക്കലും പരാജയം സംഭവിക്കുകയില്ല എന്നാണ് പറഞ്ഞത്. നാലാമത്തെ ചോദ്യം നോക്കാം. जो हिम्मत गोते पछताते हैं इससे आप सहमत है क्यों? आंसर നോക്കാം. नहीं कोई बाधा जाए तो हिम्मत के साथ उसका सामना करना चाहिए. അപ്പം എന്താണ് ആൻസർ പറയുന്നത്? നെഹിം, ഇല്ല. കോയി ബാധ ജായത്തോ, എന്തെങ്കിലും ഒരു തടസ്സം വരികയാണ് എന്നുണ്ടെങ്കിൽ, ഹിമ്മത്ത് കെ സാത്ത്, ധൈര്യത്തോടു കൂടി, ഉസ്കാ സാമന കർണ ചാഹിയെ, അതിനെ നേരിടണം. എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട്, ഒരു തടസ്സം ജീവിതത്തിൽ വരികയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ധൈര്യത്തോടു കൂടിയിട്ട് അതിനെ നമ്മൾ നേരിടണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അഞ്ചാമത്തത് ആക്ടിവിറ്റിയാണ്. അക്ഷർ ചുനേം നാം ലിഖേം. അക്ഷരം തിരഞ്ഞെടുത്തിട്ട് പേരെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിവിടെ തന്നിരിക്കുന്നത് പല്ലിയുടെ ചിത്രമാണ് അല്ലേ. പല്ലിക്ക് എന്താണ് പറയുന്നത്? ചിപ്പക്കലി അല്ലേ, ചിപ്പക്കലി. അപ്പം അതിൻ്റെതാ 1 നമ്പർ ഇട്ടത് ഫുള്ള് അതിലേക്കുള്ള അക്ഷരങ്ങളാണ്. ചി. ഇനി അടുത്തത് എന്താണ്? പ അല്ലേ, ചിപ്പ. ഇനി ക, ക, ലി. കണ്ട, ചിപ്പക്കലി. ഇങ്ങനെയാണ് വരുന്നത് ചിപ്പക്കലി. ഫസ്റ്റ് ഇത് എഴുതുക, രണ്ടാമത് പാന്ന് എഴുതുക, മൂന്നാമത്തെ അക്ഷരമായിട്ട് കാന്ന് എഴുതുക, നാലാമത്തെ അക്ഷരമായിട്ട് ലീന്ന് എഴുതുക. അപ്പം ചിപ്പക്കലി, ചിപ്പക്കലി, പല്ലി. ഇനി അടുത്തത് ബന്ദറാണല്ലേ, രണ്ടാമത്തത് ബന്ദറാണ്. അപ്പം 2 എന്നുള്ള നമ്പർ ഒക്കെ നമുക്ക് നോക്കാം. 2 ഇതാ, ഇത് ഫസ്റ്റ് എഴുതണം, ബന്ദറിൻ്റെ ബം. പിന്നെ ഇത് രണ്ടാമത് എഴുതണം. പിന്നെ എന്താണ്? രായാണ് അല്ലേ, ബന്ദർ. ഇതാ, ഇത് മൂന്നാമത് എഴുതണം. മനസ്സിലായോ? ബന്ദർ. ആദ്യം ബന്ന് എഴുതുക, പിന്നെ ദാന്ന് എഴുതുക, മൂന്നാമത് രാന്ന് എഴുതുക. 2 നമ്പറിലുള്ളത് 1, 2, 3 അക്ഷരങ്ങൾ നമ്മൾ എഴുതി അല്ലേ. ഫസ്റ്റ് അക്ഷരം ഇത് എഴുതുക, രണ്ടാമത്തെ അക്ഷരം ഇത് എഴുതുക, മൂന്നാമത്തെ അക്ഷരം ഇത് എഴുതുക. ഇനി അടുത്തത് മൂന്നാമത്തത് എന്താണ്? ഇതാ, തീ. ഇത് ഫസ്റ്റ് എഴുതുക, തീ. പിന്നെ രണ്ടാമത് ലാന്ന് എഴുതുക, രണ്ടാമത് ലാന്ന് എഴുതുക. പിന്നെ എന്താ? ചായാണ് അല്ലേ, മൂന്നാമത്തതാ ച.
മൂന്നാമത്തത് ച. ഇനി എവിടെയാണ് 3 നമ്പർ ഉള്ളത്? ദാ ട. നാലാമത്തതാണ് എഴുതേണ്ടത്. നാലാമത് എഴുതേണ്ടത് ഇതാണ് ട്ടോ, നാലാമത്തത്. അപ്പം എന്താണ്? തിൽ ച ട അല്ലേ? ഇത് 3 ദാ ല. തിൽ ച ട, തിൽ ചട്ട. ടീ ഉണ്ട്, ല രണ്ടാമത് എഴുതുക, ച മൂന്നാമത് എഴുതുക, ട നാലാമത് എഴുതുക. തിൽ ചട്ട, തിൽ ചട്ട. ഇനി അടുത്തത് നാലാമത്തതാണ് മക്കടി അല്ലേ? നാലാമത്തത് നോക്കാം. 4 ദാ മ എന്ന അക്ഷരം നമ്മൾ ഫസ്റ്റ് എഴുതണം. രണ്ടാമതുണ്ട് കായാണ്, രണ്ടാമതുണ്ട് കാ എന്ന് എഴുതണം. ഇനി 4 നമ്പർ എവിടെ? ഡി എന്നതിന് വരും 4 എന്നുള്ള നമ്പർ. മക്കടി അല്ലേ? മക്കടി. അതിൽ മക്കട എന്നാണ് തന്നത് അല്ലേ? മക്കട 4. ഇതാണ് 4. മ ക ഡ, മ ക ഡ, മ ക ഡ. കണ്ടാ? മാന്ന് ആദ്യം എഴുതുക, പിന്നെ കാന്ന് എഴുതുക, പിന്നെ ഡ. ഇത് മൂന്നാമത് 4 എന്ന നമ്പർ നിങ്ങൾക്ക് ഇവിടെ തന്നിട്ടുണ്ട്. 4 എന്നുള്ള നമ്പർ ഇവിടെ 4ആണ്, ഇത് 4ആണ്, ഇതും 4ആണ് അല്ലേ? അതിൽ ഫസ്റ്റ് അക്ഷരം മാ എന്ന് എഴുതുക, രണ്ടാമത്തെ അക്ഷരം കാന്ന് എഴുതുക, മൂന്നാമത്തെ അക്ഷരം ഡ എന്ന് എഴുതുക. ഇനി അടുത്തത് നോക്കാം. ഗിർഗിറ്റാണ് അല്ലേ? അഞ്ചാമത്തത് ഗിർഗിറ്റാണ്. അപ്പം 5 ഇവിടെ എന്താണ് തന്നത്? ഗി. 1 ഫസ്റ്റ് ഇത് എഴുതാം കേട്ടോ. ഫസ്റ്റ് 5 ഫസ്റ്റ് ഇത് എഴുതാം. പിന്നെ രണ്ടാമത് രാന്ന് എഴുതാം, ഗിർ ഗിർ. മൂന്നാമത് ഗി, ഗിർഗിറ്റ് എന്നല്ലേ? നാലാമതാ ഇതും എഴുതാം, ഗിർഗിറ്റ്. കണ്ടാ? എല്ലാത്തിനും 5 എന്നാണ് നമ്പർ. 5 എന്നാണ് നമ്പർ. 5 എന്ന നമ്പറിലുള്ള ഒന്നാമത്തേതാ ഗി, 5 എന്ന നമ്പറിൽ രണ്ടാമത്തെ ഗിർ, 3 ഗി ട്, ഗിർഗിറ്റ്. ഇതൊക്കെ ഓരോരോ അക്ഷരങ്ങൾ ഓർഡർ ആയിട്ട് എഴുതാം. ഇനി അടുത്തത് ചീംട്ടയാണ് അല്ലേ? വലിയ ഉറുമ്പാണ്. വലിയ ഉറുമ്പ് ആറാമത്തതാ. 6 ഫസ്റ്റ് ചീം എന്ന് എഴുതുക. ഇനി 6 നമ്പർ ഉണ്ടാവും. ദാ ചീംട്ട. രണ്ടാമത് ഇത് എഴുതുക. 6 എന്ന നമ്പറിൽ ഫസ്റ്റ് ഇത് എഴുതുക, രണ്ടാമത് ഇത് എഴുതുക, ചീംട്ട. മനസ്സിലായല്ലോ? വളരെ സിമ്പിളായിട്ടുള്ളൊരു വർക്കാണിത്. ചീംട്ട എന്ന ഉറുമ്പ്. ഇനി കവിത പഠേ സഹി മിലാൻ കർക്കെ ലിഖേം എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കവിത വായിച്ചിട്ട് സഹി മിലാൻ ചെയ്യാനാണ് പറഞ്ഞത്. ശരിയായിട്ട് യോജിപ്പിക്കാൻ, ശരിയായതിനെ യോജിപ്പിക്കാം. ചിപ്പക്കലി ചത്ത് സേ ഗിർത്തി ഹേ, അപ്പനെ ആപ്പ് ഉടിച്ചൽ ദേത്തി ഹേ. ചിപ്പക്കലി മേൽക്കൂരയിൽ നിന്ന് വീണു. വീണിട്ട് എന്താ ചെയ്തത്? അപ്പനെ ആപ്പ് സ്വയം ഉടിച്ചൽ ദേത്തി ഹേ, എഴുന്നേറ്റ് പോകുന്നു. ചിപ്പക്കലി വീണിട്ട് സ്വയം എഴുന്നേറ്റ് പോകുന്നു. ബന്ദർ ഡാലി സേ ഗിർത്താ ഹേ, ദൂസരി ഡാലി പക്കടുക്കർ അസ്താ ഹേ അല്ലേ? ഈ ബന്ദർ മരച്ചില്ലയിൽ നിന്ന് വീണപ്പോൾ എന്താ ചെയ്തത്? മറ്റൊരു മരച്ചില്ല പിടിച്ചിട്ട് ചിരിക്കുകയാണ് ചെയ്തത് അല്ലേ? ഇനി മൂന്നാമത്തത് ചീംട്ടെ ഓർ തിൽച്ചട്ടെ പലടത്തെ ഹേ, ഉറുമ്പും പാറ്റയും മറിയുന്നു. ഉറുമ്പും പാറ്റയും മറിയുന്നു. ഹാത്ത് പൈരോക്കോ സീതാക്കർ ചലത്തെ ഹേ. എന്താണ്? ഹാത്ത് പൈരോക്കോ. മൂന്നാമത്തത് എന്താണ്? ഹാത്ത് പൈരോംകോ, ഹാത്ത് പൈരോംകോ സീതാ കർ ചലത്തെ ഹേ. ഇനി നാലാമത്തത് നോക്കാം. മക്കടെ ഔർ ഗിർഗിറ്റ് ഗിർത്തെ ഹേ, ചിലന്തിയും അതുപോലെ തന്നെ ഓന്തും വീഴുന്നു. മക്കടെ ഔർ ഗിർഗിറ്റ് ഗിർത്തെ ഹേ. ഏതാണ് അതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്? മക്കടെ ഔർ ഗിർഗിറ്റ് ഗിർത്തെ ഹേ. 4 അപ്പനെ ആപ്പ് സമ്പൽത്തെ ഹേ. അങ്ങനെ വീണിട്ട് അവരെന്താ ചെയ്യുന്നത്? സ്വയം അവര്
ഉയർത്തെഴുന്നേൽക്കുകയാണ് ചെയ്യണത് അല്ലേ. സ്വയം അവിടെ വീണെടുത്ത് കിടക്കാതെ പെട്ടെന്ന് തന്നെ അവിടെ നിന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ ആൻസർ എന്താണ്? അപ്പനെ ആപ്പ് സമ്പൽത്തേ ഹെ. അതാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഇനി അഞ്ചാമത്തത് ജോ ഹിമ്മത്ത് ഗോത്തേഹെ. ജോ ഹിമ്മത്ത് ഗോത്തേഹെ. ആരാണോ ധൈര്യം നഷ്ടപ്പെടുത്തുന്നത്, ധൈര്യം നഷ്ടപ്പെടുത്തുന്നവൻ എന്താണ്? പശ്ചാത്തേഹെ. പശ്ചാത്തപിക്കുന്നു. വേണ്ട സമയത്ത് വേണ്ടതുപോലെ ധൈര്യത്തോടു കൂടി പ്രവർത്തിക്കാത്തവർക്ക് പിന്നീട് എന്താണ് ഉണ്ടാവുക? പശ്ചാത്തപിക്കേണ്ടി വരും. വേ പശ്ചാത്തേഹേ. അന്ന് അങ്ങനെ ചെയ്യാമായിരുന്നു, ഇങ്ങനെ ചെയ്യാമായിരുന്നു എന്നൊക്കെ ഓർത്തിട്ട് പശ്ചാത്തപിക്കൂലേ, അതാണ് വേ പശ്ചാത്തേഹേ. ഇനി ആറാമത്തത് ജോ തുരന്ത് സമ്പൽത്തേഹേ വേ ജീവൻ മേ സുഖ പാത്തേ ഹെ. ആരാണോ പെട്ടെന്ന് പൂർവ്വസ്ഥിതിയിലേക്ക് എത്തുന്നത് അവർ ജീവൻ മേ സുഖ പാത്തേ ഹെ. ജീവിതത്തിൽ സുഖം നേടുന്നു. അത്രയാണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. ഒക്കെ അവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. നമ്പറിനനുസരിച്ചിട്ട് നിങ്ങൾ എഴുതാം. ഓക്കെ, എല്ലതും നമ്പർ ഇട്ട് വെച്ചിട്ടുണ്ട്. ആ നമ്പർ നോക്കിയിട്ട് നോട്ടിലേക്ക് എഴുതി എടുക്കുക കേട്ടോ. ഇത് 2 കേട്ടോ നമ്പർ. ഇത് 2, ഇത് 1, ഇത് 2, 3 ഇതാ ഫസ്റ്റത്തത് 3, 4 ഏറ്റവും ലാസ്റ്റത്തത് 4, 5 വേ പശ്ചാത്തേഹെ എന്നതാണ് 5, 6 വേ ജീവൻ സുഖ് പാത്തേഹെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ചിത്രക്കെ നീച്ചെ കവിതാസെ ഉചിത പങ്ക്തിയാൻ ചുൻകർ ലിഖി. ചിത്രത്തിന് താഴെ കവിതയിലെ ഉചിതമായിട്ടുള്ള വരികൾ തിരഞ്ഞെടുത്ത് എഴുതാനാണ് പറഞ്ഞത്. ഇത് ഫസ്റ്റിലത്തെ 4 വരി, ഇത് സെക്കൻഡത്തെ 4 വരി, പിന്നെ അതിൻ്റെ അടുത്ത 4 വരി, പിന്നെ അതിൻ്റെ അടുത്ത 4 വരി, അങ്ങനെ 4 വരികളാണ് നമുക്കുള്ളത് അല്ലേ. അതൊക്കെ എന്ത് ചെയ്യുക? ഓർഡർ അനുസരിച്ച് ഫസ്റ്റത്തത് ഫസ്റ്റ്, പിന്നെ രണ്ടാമത്തത് ബന്ദറിൻ്റെത് 2-ന്, അങ്ങനെ ഓർഡറായിട്ട് നിങ്ങൾ എഴുതുക. ഫസ്റ്റിലുള്ളതാണ് ആ ചിപ്പുക്കലീനെ കാണിക്കുന്നിടത്തുള്ളതാണിത്. 2 കുരങ്ങൻ വീഴുന്ന ഭാഗത്തുള്ളത്. 3 തിൽച്ചട്ടെ ചീമട്ടെ ജബ് ചലത്തെ ഏക്കായൊക്കെ മറിഞ്ഞു വീണ ചിത്രം, പാറ്റയും ഉറുമ്പും മറിഞ്ഞു വീണ് കിടക്കുന്ന ചിത്രം ഉണ്ടല്ലോ, അതിൻ്റെ നേരെ എഴുതാനുള്ളതാണിത്. പാറ്റയും ഉറുമ്പും മറിഞ്ഞു വീണ് കിടക്കുന്ന ചിത്രത്തിന് നേരെ ഇപ്പം ഞാൻ അടയാളപ്പെടുത്തിയത് എഴുതുക. എന്തായി മറിഞ്ഞു വീണ് കിടക്കുന്നിടത്ത് കേട്ടോ. ഇനി അടുത്തത് നാലാമത്തത് ദാ ചീംട്ടി ഗിർത്തി മക്കടെ ഗിർത്തെ ഗിർഗിറ്റ് ഗിർത്തെ और संभलते गिरने पर वे साहस होकर कभी न अपनी आंखें मलते. അതിൻ്റെ അടുത്ത ഏറ്റവും ലാസ്റ്റാണ് ഗിർനെ और बिछड़ने पर. അതാണ് ഏറ്റവും ലാസ്റ്റ് വരുന്നത് കേട്ടോ. ഏറ്റവും ലാസ്റ്റ് ഇതിൻ്റെ 4 വരിയാണ് ഇപ്പോൾ പറഞ്ഞത്. ഏറ്റവും ലാസ്റ്റത്തത് ആ കവിതയുടെ ഏറ്റവും ലാസ്റ്റത്തെ 4 വരി ഇവിടെ, അതിന് തൊട്ട് മുമ്പത്തത് ഇവിടെ, അതിൻ്റെ മുമ്പത്തത് ഇവിടെ, അതിന് മുമ്പത്തെ ഇവിടെ, അതിൻ്റെ മുമ്പത്തെ ഇവിടെ, അങ്ങനെ എഴുതി ചേർക്കാം. ഓക്കെ. ഇനി നാം ലിഖേ ഉചിത വിവരൺ ചുൻകർ ലിഖേം എന്നാണ്. പേരെഴുതിയിട്ട് ഉചിതമായിട്ടുള്ള വിവരണങ്ങൾ തിരഞ്ഞെടുത്തെഴുത് ഇവിടെ തന്നിട്ടുണ്ട്. ആ തിരഞ്ഞെടുത്തെഴുതാനാണ് പറഞ്ഞത്. ഇത് ഇന്നസെൻ്റ്, അതുപോലെ തന്നെ നെൽസൺ മണ്ടേല, ഹെലൻ കെല്ലർ, തോമസ് ആൽവ എഡിസൺ അല്ലേ. അപ്പോൾ അതൊക്കെ ഓർഡറായിട്ട് ഇത് അവിടെ നമ്പർ ഇട്ടിട്ടുണ്ട്. 1 ഇതാണ് ഫസ്റ്റത്തെ, രണ്ടാമത്തത് ഇതാണ്, മൂന്നാമത്തത് 3 നമ്പർ ഇട്ടിട്ടുണ്ട്, അത് മൂന്നാമത്തേലേക്ക് എഴുതി കൊടുക്കുക. 4 എന്ന നമ്പർ ഇട്ടിട്ടുണ്ട്, അത് ലാസ്റ്റ്. ഓക്കെ. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. पंक्तियां पर ध्यान दे गिरने और बिछड़ने पर जो हिम्मत होते पछताते हैं धूल झाड़ जो तुरंत संभलते वे जीवन में सुख पाते हैं. ആസ്വാദൻ ടിപ്പണി തയ്യാർ കരേ. ആസ്വാദൻ ടിപ്പർ തയ്യാറാക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. സൂചനായം കവി और कविता का परिचय, कविता का आशय विस्तार, अपना मत शीर्षक, अनुबंध कार्य, अपने आसपास के परिचित उत्तर जीवित व्यक्तियों के नाम सूचीबद्ध करें, कक्षा में परिचय दें, उचित गिनती चुनें, लिखें. ഇവിടെ തന്നിട്ടുണ്ട്, അത് നോക്കിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക? നിങ്ങൾ ഇവിടെ തന്നിരിക്കുന്ന ബോക്സിലേക്ക് എഴുതാം.
21 മുതൽ 40 വരെയാണ് ഇവിടെ ഉള്ളത്. 31 കണ്ടോ, 31 എഴുതിയിട്ടുണ്ട്. പിന്നെ 32 32, അത് ഇവിടെ എഴുതുക. അങ്ങനെ നിങ്ങൾ ഇതിൻ്റെ ഉള്ളിലേക്ക് നോക്കി എഴുതാം. ഓക്കെ. ഇനി ഉജിത് ഗിനത്തി ചുനെ ലിഖേ, അത് ഇവിടെ തന്നിട്ടുണ്ട്. 41, 41, 44, 42, 47, 41, 50. അപ്പോൾ അത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഉള്ളത്. ഇതിൽ കവിതയുടെ ആശയം എഴുതാനൊരു ചോദ്യമുണ്ട്. ആസ്വാദൻ ടിപ്പണി തയ്യാറാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ചോദ്യം. അതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. उल्टा पुल्टा नामक कविता हिंदी के प्रसिद्ध कवि श्री भवानी प्रसाद मिश्र लिखी है. उल्टा पुल्टा എന്ന കവിത ഹിന്ദിയിലെ പ്രസിദ്ധ കവിയായ ശ്രീ ഭവാനി പ്രസാദ് മിശ്ര എഴുതിയതാണ്. കവി बताते हैं कि जीवन में गिरने और बिछड़ने से कभी भी हिम्मत मत हारो. കവി പറയുകയാണ്, ജീവിതത്തിൽ പരാജയപ്പെടുന്നതിനും പിന്നിലാക്കപ്പെടുന്നതിലും ഒരിക്കലും ധൈര്യം ഉപേക്ഷിക്കരുത്. ഹമേ ഗിർത്തെ ഹി ധൂൾ ചാഡ്കർ ഖുദ് സംഭൽക്കർ ആകെ ബഡ്നാ ചാഹിയെ. നമ്മൾ വീണാൽ പൊടി തട്ടി വീണ്ടും സ്വയം നമ്മൾ മുന്നേറണം. ഐസേ ലോഗോ കോ ജീവൻ മേ ഹമേശ സുഖ് ഹി മിൽത്താ ഹെ. അങ്ങനെയുള്ള ആളുകളിലാണ് ജീവിതത്തിൽ എല്ലായ്പ്പോഴും സുഖം ലഭിക്കുന്നത്. യാനി കോശിഷ് കർനെ വാലോ കി കബി ഹാർ നഹി ഹോത്തി. അതായത് പരിശ്രമിക്കുന്നവർ ഒരിക്കലും പരാജയം ഉണ്ടാവുകയില്ല എന്നതാണ് ഈ കവിതയുടെ ആശയം. ഓക്കെ. അപ്പോൾ അത്രയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് ആക്ടിവിറ്റി ഉള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. ഓക്കെ.